ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കില്ല. ഞാനത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ ഓരോരോ പണികളിലാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ നോക്കി നന്നായിട്ട് തവള കരയുന്നുണ്ട്. ഒരു നല്ലൊരു മൂടലാട്ടോ, മഴയ്ക്കുള്ള ചാൻസ് ആട്ടോ. ഇന്നത്തെ ഒരു ക്ലൈമറ്റ് നമുക്ക് വെച്ച് നോക്കുമ്പോൾ കാണാൻ വേണ്ടി നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോറായിട്ടുണ്ട്. ഞാൻ ചോറ് വറക്കാനുള്ള പരിപാടിയിലാണേ. അതേപോലെ തന്നെ ഇന്നലെ അല്ല, അപ്പോൾ 2-3 ദിവസമായി നമ്മുടെ ആവണിക്കുട്ടിയിൽ നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ വാർക്കുന്ന ഇതിൽ ചിലപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഒരു വോയിസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവില്ല. നല്ല ചൂട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ ചോറ് വാർക്കാറുള്ളത്. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുടഞ്ഞ് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ചോറൊക്കെ നമ്മൾ രാവിലെ തന്നെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടെങ്കിൽ നമുക്കങ്ങനെ അടുപ്പ് കത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വേറെ നമ്മൾ നന്നായിട്ട് തന്നെ മുകളിൽ വാര വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ വരെ നമ്മുടെ അടുപ്പ് കത്തുവാണല്ലോ. അപ്പോൾ കുളിക്കാനുള്ള വെള്ളമായിട്ടും കുടിക്കാനുള്ള വെള്ളമായിട്ടും ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഫുൾ ടൈം അവിടെ ഇങ്ങനെ ഇപ്പോൾ ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളതിലങ്ങനെ കുറേ വിറകുകൾ വാരി വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. വിറക് രാവിലെ എടുത്തപ്പോഴത്തേനും അപ്പോൾ പെട്ടെന്ന് വിട്ടുന്നത് കത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ പണികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മൾ രാവിലെ ചായയുടെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ചായക്ക് നമ്മളൊന്ന് പുട്ടാണ് ഉണ്ടാക്കി. നമ്മൾ പുട്ടെല്ലാം കഴിച്ചു. നമ്മുടെ ആവണിക്കുട്ടി എവിടെയൊക്കെ ഒന്നായിട്ട് കമൻറ്റുകൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇന്നലത്തേലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ആൺകുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. തണുപ്പാണെങ്കിലും ആളിപ്പോൾ നേരത്തെ നീക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ നീക്കുന്ന കൂടെ അങ്ങ് നീക്കും. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവട്ടെ. എന്നാൽ നിങ്ങൾക്ക് നേരത്തെ നീച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ അതായത് കഴിക്കാൻ കൊടുത്തിട്ട് കുറച്ച് അധികം നേരമായിട്ട് ഇരുത്തിയിട്ട് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് കഴിയുമ്പോഴത്തേന് ആ ഒരു ഏരിയ മൊത്തത്തിൽ ചിലപ്പോൾ അവൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് കിച്ചണിലെ അതായത് നമ്മുടെ ഫുഡിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്നാലും ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് എന്നാലും അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ കുറിഞ്ഞി അതുപോലെ തന്നെ കുറിഞ്ഞിയുടെ മുളക്ക് നമ്മുടെ ബഹളമായിട്ട് രാവിലെ അവർക്ക് ഫുഡൊന്നും കൊടുത്തില്ല. അപ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞ രീതിയിലാട്ടോ. ഇത്രയും നേരം അടുക്കളയിൽ നിന്ന് മാറാതെ നല്ല വൈലൻ്റ് ആയിട്ട് നടക്കുമായിരുന്നേ. ഇപ്പം നോക്കി ഫുഡെല്ലാം കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് നല്ല സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. അപ്പോൾ ഫുഡിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എല്ലാവരുടെയും മൊത്തത്തിലും തേച്ചിട്ടിരിക്കും കേട്ടോ. അതിനുശേഷം ഈ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാറാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു വെള്ളത്തിൽ ചെറിയൊരു അംശം പോലും ഉണ്ടാവില്ല കേട്ടോ. ബാക്കി എല്ലാം അങ്ങ് വന്നോളും. അപ്പോൾ കുറച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം തന്നെ മൊത്തത്തിൽ നമ്മളിപ്പോൾ തേച്ചിരിക്കണം. പിന്നെ മൊത്തം ഈ സംഭവിച്ചിട്ട് അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിടക്കുകയും ചെയ്യും. വെള്ളമായിട്ടോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാം ഒന്ന് സെറ്റ് ആക്കട്ടെ. അപ്പോൾ ആമിക്കുട്ടി അവിടെ നല്ല സൈലൻ്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് അടിക്കൽ തുടക്കൽ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ആയിട്ടുള്ളത്. അതേപോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള അടുത്തത് ഫസ്റ്റ് ഇപ്പോൾ ഒരു ടീച്ചർ നമ്മൾ സെക്ഷൻ കൊടുത്തു. നമുക്ക് സെക്കൻഡ് ട്രിപ്പ് ഫുഡ് കൊടുക്കേണ്ട ഒരു ടൈം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഫുഡ് കൊടുക്കണം. അതെല്ലാം കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ. അങ്ങനെ നമ്മുടെ തുടയ്ക്കേണ്ട പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാത്രം ഒരുപാടൊന്നും ഇല്ല കേട്ടോ. എന്നാലും അതുകൂടി ഒന്ന് കഴുകി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള എല്ലാ പണിയും കഴിഞ്ഞു. കിച്ചണിലുള്ള പണി രാവിലെ കഴിഞ്ഞാൽ നമ്മുടെ കുറേ നമ്മൾ ഫ്രീ ആയി എന്ന് പറയാം കേട്ടോ. രാവിലെ കുളിപ്പിക്കണം അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഇപ്പോൾ തണുപ്പാണല്ലോ ഉള്ളത്. അപ്പോൾ നല്ല തണുപ്പ് തന്നെയാട്ടോ. ഇപ്പോൾ അതിനൊരു ഏകദേശം ഒരു 9:30 കാര്യം തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നല്ല തണുപ്പ് തന്നെയാണ്. അപ്പോൾ ഒന്ന് വെയിലൊക്കെ വന്നിട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയില്ല. അപ്പം കുറച്ച് വെയിൽ വന്നിട്ട് കേട്ടോ. നമ്മൾ ആൺകുട്ടി കുളിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളമൊക്കെ പാത്രങ്ങളൊക്കെ പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അറിയാൻ വേണ്ടി വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ തന്നെ കലക്കും. ഇതാ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അത് നോക്കി ഇതെന്താണെന്ന് കുറച്ച് പേർക്കൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവുന്ന ഇത് ആദ്യമായിട്ട് കാണുന്ന കുറച്ചെങ്കിലും കൂട്ടുകാരുണ്ടാവും. നമ്മുടെ ഈ ഏരിയയിലുള്ള എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം ഇവിടെയൊക്കെ ഒരുപാട് ഇതിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള മരമാണേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇന്നലെ അമ്പലത്തിൽ വിളക്ക് വയ്ക്കാൻ വേണ്ടി പോയിട്ടുള്ള ടൈമിൽ നമ്മുടെ ആവണിക്കുട്ടിയുടെ ഒറ്റ നിർബന്ധത്തിൽ നമ്മളത് പൊട്ടിച്ചെടുത്തില്ല. അപ്പോൾ ചുവട്ടിലൊക്കെ കുറേ ഇപ്പോൾ വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മീൻകറിയിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. സംഭവം പിടികിട്ടിയില്ലേ? അതന്നെ നമ്മുടെ കുടംപുളിയാണ്. അപ്പോൾ നമ്മൾ കുടംപുളി മിക്ക ആളുകളും കാണുന്നത് ബ്ലാക്ക് കളറിലുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നടന്നത് ഇങ്ങനെ ബ്ലാക്ക് കളറിലേക്ക് ആയി തുടങ്ങുന്നത് നോക്കി നമുക്ക് നല്ല രീതി തന്നെ ആ ഒരു മരത്തിൽ തന്നെ നിന്ന് പഴുത്തിട്ടുള്ളൊരു സംഭവമാണ്. നോക്കി പഴുക്കുന്നതനുസരിച്ച് നോക്കി ഇത് പച്ചയാട്ടോ. ഇത് കുറച്ച് ഡേയ്സ് കൂടി കഴിഞ്ഞാലേ പഴുക്കുള്ളൂ. അതേപോലത്തേക്ക് മൂത്തതാട്ടോ. കുറേ പോലെ താഴെ വീടും കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം പെറുക്കണം. അതേപോലെ നോക്കി ഇത് നന്നായിട്ട് തന്നെ മൂത്ത് പഴുത്തണം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞതിൻ്റെ ഉള്ളിലുള്ളൊരു എന്താ പറയുക, നമ്മളിപ്പോൾ ചെറിയൊരു മധുരവും അതുപോലെ ചെറിയൊരു പുളിയൊക്കെ ആയിട്ടൊരു ടേസ്റ്റാണ് ഇതിലുള്ള ഒരു സീഡിന്. കഴിക്കാൻ കുറച്ചൊരു ജെല്ല് പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരുപാട് സ്റ്റേജ് ഉള്ളത്. ഇത് പുകയത്തൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒരുപാട് പുക കൊള്ളുന്നുണ്ട്. എന്നാൽ മാത്രമേ ബ്ലാക്ക് കളറിലേക്ക് അവളെ വെച്ച്
ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റ് മൊത്തം വലിച്ചെടുത്ത് ഈ ഒരു പുറന്തോടുന്നില്ല, അത് മൊത്തം ഉള്ളും പുറം മൊത്തത്തിൽ ബ്ലാക്ക് കളറാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ, അതായത് ലോങ് ടൈം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കേടും കൂടാതെ. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമുക്ക് ആ രീതിയിൽ കിട്ടുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പുളിയായാലും നല്ല പുളിയാട്ടോ. അത് നമുക്ക് മീൻകറിയിലേക്കൊക്കെ ഒരു 3-4 പീസ് തന്നെ മതി. അപ്പോൾ ഇത് ഒരെണ്ണം ഫുള്ളൊന്നും വേണ്ട കേട്ടോ. നമുക്ക് അത്യാവശ്യം മീൻകറി വെക്കുകയാണെങ്കിൽ തന്നെ ഇതൊരു 3-4 പീസുകൾ തന്നെ ധാരാളമാണ്, കാരണം അത്രയ്ക്ക് നല്ല പുളിയാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുപ്പ് നമ്മൾ എപ്പോഴും കത്തിക്കുകയാണല്ലോ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ചോട്ടിലൊക്കെ വെച്ചിട്ടാണ് കുറച്ചൊക്കെ ഉള്ളിൽ ഉണക്കിയെടുക്കാറ്. നമ്മളിപ്പോൾ പെറുക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഉണ്ട്. നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ ഞാൻ ആ ഒരു മരവും കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ നിറച്ചിങ്ങനെ മൂത്ത് പഴുത്ത് ഇങ്ങനെ കുറേ നിൽക്കുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിലായിട്ട് കാണിക്കാം. പിന്നെ നമ്മുടെ കുടംപുളിയുടെ ടൈം ഇപ്പോഴാട്ടോ, അതായത് ഉണ്ടാവുന്ന ആ ഒരു ടൈം, ഈ ഒരു സ്റ്റേജൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മരത്തിലായാലും. ഇനി ഇത് ഒരുപാട് നീണ്ടൊരു പ്രോസസ്സിന് ശേഷമാണ് നമുക്കിപ്പോൾ കഴിക്കാനായിട്ട്, നമുക്ക് കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളറിലേക്ക് ആക്കിയെടുക്കാൻ. അങ്ങനെ ചെറിയ രീതിയിൽ വെയിലൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടായി. അതേപോലെ തന്നെ കാറ്റാട്ടും, നല്ല ഗംഭീര കാറ്റ് ഇങ്ങനെ വീശടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാറ്റ് വീശുന്നത് ചെറുതാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് വലിയ രീതിയിൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും. കാരണം ഒരുപാട് മരങ്ങളുടെ ആ ഒരു ചില്ലകളായാലും തന്നെ നമ്മുടെ ഈ ഒരു വീടിനോട് ചേർന്നിട്ട് കുറേ അധികം മണ്ട പോയിട്ടുള്ള കവുങ്ങുകളാണ്. കവുങ്ങുകളുണ്ടായിട്ട് നമുക്കിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇവിടുത്തെ ഒരു കോടയിൽ നമുക്ക് കവുങ്ങ് ഒട്ടും പിടിക്കില്ല. അതുകൊണ്ട് കവുങ്ങിന് 3/4 ഭാഗത്തോളം മണ്ട പോയിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും അതൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി വിലയുമ്പോൾ നമുക്ക് നോക്കിയാൽ കറക്റ്റ് ആ ഒരു കാറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് ഇപ്പോൾ തന്നെ വീഡിയോയിലൂടെ ആ ഒരു കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കുറേയൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല ഗംഭീര കാറ്റാട്ടോ വീശുന്നത്. അപ്പോൾ ചെറിയ തെളിച്ചം വന്നിട്ടുണ്ട്, രാവിലത്തേന് അപേക്ഷിച്ച് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാത്രമായിട്ട് ഇറങ്ങിയിട്ടില്ല, വേറെ എങ്ങോട്ടല്ല. നമ്മുടെ ഇവിടെ നമ്മൾ കുറച്ചധികം നാളായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്ത ഫ്രണ്ട്സാണെങ്കിൽ കണ്ടു നോക്കണം. എന്നാലും അതിൽ കുറച്ച് മുളകുണ്ട് നമുക്ക് പറിച്ചെടുക്കാനായിട്ട്. ഒരുപാട് നാളായിട്ട് നമ്മൾ പറിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കെയർ അനുസരിച്ച് നമുക്ക് ഒരുപാട് നാളെന്നാലും ഒരു മുളക് ചെടിയിൽ നിന്ന് ഒത്തിരി മുളക് നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടി വരും കേട്ടോ. അതിൻ്റെ ഉദാഹരണം തന്നെ നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടുള്ള ഒരു മുളകൊക്കെ ആയാലും എന്നാലും കുറച്ച് ഇങ്ങോട്ട് നമുക്ക് എന്തായാലും എത്രത്തോളം കിട്ടുന്നതാണെങ്കിൽ നമ്മൾ പോയിട്ട് കുറച്ചത് പറിച്ചെടുക്കാം. നമ്മളിങ്ങനെ ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ നീളത്തിൽ അങ്ങനെ ഒരു വരിയായിട്ടാണ് നട്ടിട്ടുള്ളത്. എന്തായാലും അടിയിൽ കൂടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട്, കാരണം മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോൾ പെട്ടെന്ന് കാട് വരുമല്ലോ. അപ്പം എന്തായാലും അതിനനുസരിച്ച് നമ്മൾ കളയൊക്കെ ഒന്ന് പറിച്ചു കൊടുത്ത് ചെറിയ രീതിയിൽ വളപ്രയോഗം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്തായാലും മുളക് പറിച്ചെടുക്കാം. അപ്പോൾ എപ്പോഴായാലും നമുക്ക് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ പറിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മളിപ്പോൾ ഈ നട്ടതിന് ശേഷം മിക്ക ദിവസവും നമ്മൾ ഇവിടുന്ന് പറിക്കാറുണ്ട് കേട്ടോ. കാരണം പിന്നീട് നമ്മളങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയിട്ടേ ഇല്ല കേട്ടോ. മാസങ്ങളായാലും നമ്മളിപ്പോൾ നട്ടിട്ടുണ്ടാലും കുറച്ചുണ്ട്, കുറച്ച് പറിച്ചെടുക്കാം കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് നമ്മുടെ ശംഖുപുഷ്പമാണേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ കുറവായതുകൊണ്ട് തന്നെ ശംഖുപുഷ്പത്തിൽ ഇപ്പോൾ നേരത്തെ അപേക്ഷിച്ച് പൂക്കളുണ്ട് കേട്ടോ. അത് നല്ല മഴയായപ്പോൾ പൂക്കളൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു. ഇപ്പോൾ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. മുളകുണ്ട് കേട്ടോ പറിക്കാനായിട്ട്. ചിലതൊക്കെ നന്നായിട്ട് പഴുത്ത് തുടങ്ങി കേട്ടോ ആ ഒരു ചെടിയിൽ തന്നെ നിന്ന്. ആട്ടിൻകാശും ചാണകപ്പൊടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് വേരൊക്കെ നന്നായിട്ട് പൊട്ടാനും ചെടി കുറച്ചുകൂടി ഹെൽത്തി ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരുപാട് രാസവളങ്ങളൊക്കെ ഇട്ട് കൊടുത്താലും നന്നായിട്ട് ചിലപ്പോൾ നമുക്ക് കായൊക്കെ കിട്ടും, പക്ഷെ പെട്ടെന്ന് എല്ലാവരും ചെടി ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല അതൊക്കെ നമുക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പം എന്തായാലും ഇപ്പം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നല്ലൊരു വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ മുളകിന്. ഇഞ്ചൊക്കെ എന്തായാലും ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മൂത്ത് കൊടുക്കും. അപ്പം നമുക്ക് നോക്കിയിട്ട് ഒരു മൂത്തത് മാത്രമേ ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്. നോക്കി ഈ ഒരു ടൈമിൽ നമ്മുടെ കിളികളുടെ സൗണ്ടാട്ടോ നമുക്ക് ഒരു അട്രാക്ഷൻ തരുന്നത്. കാരണം നമുക്ക് പുറത്തിറങ്ങിയാൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആട്ടോ കാരണം ഈ ഒരു സൗണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ നോക്കി വേറെ നമ്മുടെ ഗാർഡനിലുള്ള നമ്മുടെ ഒരു ബോൾ സെറ്റിൻ്റെ പ്ലാന്റ്. അപ്പോൾ അത് നോക്കിയപ്പോൾ നന്നായിട്ട് നമ്മുടെ മുളക് ചെടിയുടെ ഒപ്പം കയറി നമുക്ക് പൊട്ടിച്ച് നടാവുന്ന കേട്ടോ. നന്നായിട്ട് പെട്ടെന്ന് പൊട്ടിക്കുള്ളിടത്തോളൂ. അപ്പോൾ നമുക്കിനി കുറച്ച് പറിച്ചെടുക്കണം. പിന്നെ എല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് അതിന് ശേഷം കാണട്ടെ, കാരണം ഈ ഒരു ഏരിയ മൊത്തം അങ്ങനെ നമ്മൾ നട്ടിരിച്ച് വളർത്തുന്നത്. എല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടെ. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഒരെണ്ണത്തിൽ നമ്മൾ കംപ്ലീറ്റ് പറിച്ചെടുക്കുന്നത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. പഴുത്ത് കിട്ടും, അതിൽ ഓൾമോസ്റ്റ് ഒക്കെ പഴുത്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മുളകിൻ്റെ തൈകളെല്ലാം നമ്മൾ ഇവിടെ തന്നെ പാകി മുളപ്പിച്ചിട്ട് അതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മാത്രമാണ് നമ്മളിവിടെ നട്ടു കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ലൊരു കെയറിങ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഇതാ നോക്കി നല്ല രീതിയിൽ തന്നെ മുളക് ഇങ്ങനെ വിളവെടുക്കാൻ വേണ്ടി പറ്റുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒന്ന് ചെയ്തിട്ടുള്ളതാണെങ്കിൽ കൂടി നമുക്ക് വീട്ടാവശ്യത്തിനെക്കാട്ടിലും കഴിഞ്ഞിട്ട് ഒരുപാട് മുളക് നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ പുറത്ത് കടകളിലും കൊടുക്കാറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ പറിക്കുന്നതിനനുസരിച്ച് അവിടെ പെട്ടെന്ന് ഉണ്ടാവുക. നമ്മൾ പറിക്കാതെ അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തത് ഉണ്ടാവാനും പാടാണ്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം പറിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ കൃത്യമായ ടൈമിൽ കൊടുക്കുന്ന ഒരു വളപ്രയോഗം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കെയറിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിന് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് എന്താണ് നമുക്ക്. പ്രത്യേകിച്ച് നമ്മുടെ കൃഷി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ അങ്ങോട്ട് അറിഞ്ഞ് എങ്ങനെ സ്നേഹിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് അതിൻ്റെ 100 ഇരട്ടിയായിട്ട് അത് തിരിച്ച് കിട്ടും. അതിൻ്റെയൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ പറിച്ചെടുക്കുന്ന ഓരോ മുളകും. ഓരോ ചെടി പറിക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ നോക്കിയ മുളക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ മൂത്ത് പഴുത്ത് തുടങ്ങി. പറിച്ചാലും തീരാത്തത്രയും മുളകാട്ടോ നമുക്കിപ്പോൾ ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കി ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണാത്തത് ഇപ്പോൾ ദാ ഈ ഒരു സൈഡിൽ കൂടെ പറിക്കാൻ വന്നപ്പോൾ കേട്ടോ. നമ്മൾ നേരത്തെ പറിച്ച് പോയിട്ടുള്ള ഒരു ചെടിയുടെ അടിഭാഗത്തേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതായിട്ട്. ഇപ്പോൾ ഇലകളൊക്കെ കുറഞ്ഞു തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നല്ല മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് കുറയും. കാരണം കുറച്ച് സൂര്യപ്രകാശമൊക്കെ കിട്ടിയാൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു വിളവ് കിട്ടുകയുള്ളൂ. പിന്നെ മഴ എന്ന് പറയുമ്പോൾ മഴക്കാലം ആകുമ്പോൾ നമുക്ക് എന്തായാലും ഫ്ലവറിങ് ഒക്കെ എല്ലാത്തിലും കുറയുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമുക്ക് ഗാർഡനിലായാലും തന്നെ നമ്മുടെ കൃഷിയിലൊക്കെ ആയാലും പിന്നെ നമ്മളതിനെ എങ്ങനെയൊക്കെയാണോ അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിലെന്തായാലും ഒരു മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ വിളവെടുപ്പ് അതിന് എന്ത് തന്നെ ആയാലും നമുക്കത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ ഓരോ ചെടികളൊക്കെ ഇങ്ങനെ നട്ട് നനച്ചുണ്ടാക്കി അതിലൊരു പൂ വരുന്നതും കായ് വരുന്നതൊക്കെ കാണാനും അതുപോലെ തന്നെ അത് ആസ്വദിക്കാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടരാണ് നിങ്ങളെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിളവെടുപ്പും കണ്ണിനും മനസ്സിനും കുളിരണിയിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കില്ലേ. നോക്കിയതാ ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ കിടക്കുന്നതേ ഉള്ളൂ. നോക്കി താഴേക്ക് നമ്മുടെ ഇലകളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ഇതാ കുറഞ്ഞു തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇലകളേക്കാൾ കൂടുതൽ കായ തന്നെയാട്ടോ. നോക്കി താഴേക്ക് ഇങ്ങനെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ചുവട്ടിലൊന്നും മണ്ണൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാനായിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് നല്ലൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മണ്ണിപ്പോൾ ഡയറക്റ്റ് ആ ചുവട്ടിലുള്ള മണ്ണൊക്കെ കുറച്ചൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ മണ്ണൊക്കെ ഒന്ന് കൂട്ടി കൊടുത്ത് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ചെടി ലൈഫ് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമുക്കൊന്ന് മണ്ണെല്ലാം കൂട്ടിക്കൊടുത്ത് ഒന്നുകൂടി നല്ലൊരു വളപ്രയോഗം കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ. എന്തായാലും ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടെ. കുറച്ചധികം നമുക്ക് എന്തായാലും ഒന്ന് പറിച്ച് കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നോക്കി കുറച്ച് പറിച്ചെടുത്തിട്ട് നമുക്ക് ഇത്രയും മുളകാട്ടോ അപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് തന്നെ പഴുത്ത മുളകാണ്. അപ്പോൾ നല്ല എരിവുള്ള മുളകാട്ടോ. അപ്പോൾ നമുക്ക് തോരനിലൊക്കെ ആയാലും രണ്ടെണ്ണം തന്നെ ധാരാളം അടക്കണം. നല്ല എരിവുണ്ടാകുന്നൊരു മുളകും കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും പക്ഷേ അധികം ഇനിയും പറിച്ചെടുക്കാനായിട്ടോ. ഇപ്പം തന്നെ പെട്ടെന്ന് നമുക്ക് ഇത്രയും ആയിട്ടോ. എന്തായാലും നമ്മളിതാ ഇപ്പം 3 ചെടിയത്തെ മാത്രമേ പറിച്ചെടുത്തുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് പറിക്കാനും നല്ല ബാക്കി കൂടി ഒന്ന് പറിച്ചെടുക്കട്ടെ. പിന്നെ ഇന്നത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ ആർക്കും ഒന്നിനും ടൈമില്ല. എന്നാൽ കൂടി നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് മനസ്സിന് കുളിരണിയിക്കുന്ന രീതിയിൽ നമുക്ക് വിളവെടുപ്പ് നടത്തുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമല്ലേ. മാത്രമല്ല കലർപ്പില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കുകയും കൂടി ചെയ്യാമല്ലോ. അപ്പോൾ എന്താ ഇതുപോലെ ചെയ്യാത്ത കൂടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ നമ്മൾ എല്ലാ മുളകും പറിച്ചെടുത്തിട്ട് പിന്നെ അതിന് ശേഷം പോയി നേരെ തുണി അലക്കാനാണ്. കാരണം ഞാൻ കുറച്ച് തുണി സോപ്പ് പൊടി ഇട്ട് വെച്ചിട്ട് കേട്ടോ നമ്മൾ മുളക് പറിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മുളകെല്ലാം പറിച്ച് വന്നപ്പോഴത്തേനും നന്നായിട്ട് കുറച്ചധികം ടൈം ആയിട്ടുണ്ടായിരുന്നല്ലോ. മാത്രമല്ല ഒരു ചെറിയൊരു വെയിലുണ്ട് കേട്ടോ. കുറച്ചധികം തുണികളുണ്ട് കേട്ടോ നമുക്ക്. അതെന്തായാലും എല്ലാം അത് അലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര നേരം നമുക്ക് വെയിലുണ്ടാവും എന്ന് അറിയാം കേട്ടോ. കാരണം വെയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തുണിയൊക്കെ ഉണക്കാനൊക്കെ അടിപൊളിയാണ്. കാരണം മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുമ്പോൾ നമുക്ക് തുണി ഉണങ്ങൽ വല്ലാത്തൊരു ടാസ്ക് പിടിച്ചൊരു പരിപാടി തന്നെയാണ് കേട്ടോ. പിന്നെ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. അപ്പം തന്നെ നമുക്ക് എല്ലാം ഒന്ന് വിരിച്ചിടട്ടെ. അപ്പോൾ ഇതാ ഈ ഒരു ഏരിയയുടെ അതായത് നമ്മളിപ്പോൾ ഈ ഒരു തുണി വിരിച്ചിടുന്നതിന് തൊട്ട് സൈഡിൽ കൂടെ മൊത്തം നമ്മൾ ഏല തന്നെയാട്ടോ വെച്ച് കൊടുത്തത്. ഇതൊക്കെ നമ്മളിപ്പോൾ വെച്ച് കൊടുത്തുള്ള ഏലങ്ങളാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ കയറി വരുന്നുണ്ടേ. പിന്നെ നമുക്ക് നേരത്തേതിനെ അപേക്ഷിച്ച് കോട നല്ല കുറവുണ്ട്. ഒരാഴ്ചയായിട്ട് ഇപ്പോൾ മഴയും കുറവുണ്ടാകുമ്പോൾ തന്നെ കോടയും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും നല്ല രീതിയിലാട്ടോ കോടയൊക്കെ ഇറങ്ങും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് അതൊരു സമാധാനം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടാലും ചെറിയ തണുപ്പ് അതായത് തണുത്ത കാറ്റുണ്ടെങ്കിൽ കൂടി കോട ഇറങ്ങിക്കഴിഞ്ഞാൽ കോടയ്ക്ക് ചെറിയൊരു ഈർപ്പുണ്ട് കേട്ടോ, ഒരു ജലാംശം. അതുകൊണ്ട് തന്നെ നമ്മളിനി എത്ര കാറ്റുണ്ടെങ്കിൽ പോലും ആ തുണി ഉണങ്ങാൻ നല്ല ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു തെളിച്ചുള്ള ടൈമിലേക്ക് ഞാൻ മാക്സിമം തുണികൾ അലക്കി ഇടാറുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ എത്ര നേരം ഉണ്ടാവും എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു ക്ലൈമറ്റ് ആണ്. കാരണം നമുക്ക് ആ ഒരു കർക്കിടകം 1 അന്ന് നല്ല വെയിലായിരുന്നു രാവിലെ. പക്ഷേ അതിഗംഭീര വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള നല്ല ചൂടുള്ള വെയിൽ. അപ്പം ഞാനന്ന് മഴ പെയ്യുന്ന വിചാരിച്ചതേയില്ല. സാധാരണ നമുക്ക് എല്ലാ കർക്കിടക മാസത്തിലും നല്ല ഗംഭീര മഴ പെയ്യാറുണ്ട്. പക്ഷെ എന്തായാലും നമ്മുടെ ആ ഒരു പ്രതീക്ഷകളെല്ലാം ആറ്റിൽ പറത്തിക്കൊണ്ടാട്ടോ അന്ന് ഉച്ചയായപ്പോഴത്തേനും നല്ല മഴ പെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷ അതുപോലെയാണ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ്. നമ്മൾ
ഇന്ന് മഴ പെയ്യില്ലാന്ന് വിചാരിച്ച് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മഴ പെയ്യാം. ആ രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ്. ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് നോക്കി നോക്കാം. പരമാവധി ഉണങ്ങുന്നത്ര നമുക്ക് ഉണങ്ങാം കേട്ടോ. അല്ലാണ്ട് നമ്മളവിടെ ഷെഡിൽ കുറച്ച് അഴകളൊക്കെ കിട്ടിയിട്ട് അപ്പോൾ അവിടെ കുറച്ച് ചെറിയൊരു ഡിസ്റ്റൻസിൽ നമ്മൾ എല്ലാം വിരിച്ചിടാറാണ്. അപ്പോൾ എന്നാലും കുറച്ച് അധികം കിട്ടും. നമ്മുടെ കുട്ടി കുരുമ്പിൻ്റെ ഡ്രസ്സ് തന്നെ ഇടും കുറച്ചധികം. കാരണം ആൾക്കൊരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരു 4-5 ഡ്രസ്സൊക്കെ ആൾ അലക്കാനാക്കട്ടെ. അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് വിരിച്ചിട്ടിടുക. അപ്പോൾ നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡൊക്കെ ആയിട്ട് വന്നോട്ടെ. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തുള്ളത് നമ്മുടെ ചേമ്പിൻ്റെ ഇലയാണ്. അപ്പോൾ ചേമ്പിൻ്റെ ഇല നോക്കി ചെറിയ ചെറിയ പീസുകളായിട്ട് അവരിങ്ങനെ മുറിച്ച് ഇതൊക്കെ കഴിച്ച് നോക്കിയിട്ട് കുറച്ചൊക്കെ ചെറിയ പീസുകളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും ഇതിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമാക്കുന്നത് എല്ലാം കഴിച്ചിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഡയാനേനെയും ഒന്ന് തുറന്നു വിട്ടിട്ട് ഇപ്പോൾ ടൈം കുറച്ചായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് നടക്കുന്നത് ഈ ഒരു ഭാഗം വീഡിയോ എടുക്കുന്നത്. നമുക്ക് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ഓടി കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമ്മളിപ്പോൾ ആ ഒരു വേസ്റ്റുകളുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു വെള്ളം പോവാനും ഒരു ഓസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ഇങ്ങനെ എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കും. ഇങ്ങനെ വെള്ളം ഇങ്ങനെ മാറി ഇങ്ങനെ പുതിയ വാട്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് ആ ഒരു മീൻ കുഞ്ഞുങ്ങളായാലും നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞിങ്ങനെ കാണാനും പറ്റുമല്ലോ. അപ്പോൾ അതെല്ലാവരും ഉണ്ട്, എന്തായാലും ഓടിച്ചാടി നടക്കുന്നുണ്ട് എല്ലാവരും. നല്ല തണുപ്പ്. ഈ ഒരു വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉറവയിൽ വരുന്ന വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തണുപ്പാട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് ടൈം കൂടി ആയിട്ടൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതെന്നൊക്കെ കുറച്ച് അധിക ടൈം ആയിട്ടുള്ളത്. അതുകൊണ്ട് ക്ലൈമറ്റൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ ഒരു വെയിലൊക്കെ വന്നിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ട് വീണ്ടും ക്ലൈമറ്റ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ട് നല്ല തണുത്ത കാറ്റാട്ടോ. അതേപോലെ തന്നെ നല്ല രസമായിട്ട് നമുക്ക് പിന്നെ വെറുതെ ഇവിടെ കുറച്ച് നേരമൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ്. കാരണം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കും. നമുക്ക് ഒരുപാട് വോയിസുകൾ ഇങ്ങനെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള കുറേ സൗണ്ടുകൾ നമുക്ക് കിളികളുടെ തന്നെയാണ് ഒരുപാട് കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ലേ. അപ്പോൾ ഇതന്നെയാട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഒരു മീൻ കുഞ്ഞുങ്ങളിങ്ങനെ ഓടിച്ചാടി നടക്കണത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് തന്നെയാട്ടോ ഇങ്ങനെ വന്നിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും അവർ ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് കുറച്ചധികം പണികളുണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകുന്ന വഴിയറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ആണെങ്കിൽ നല്ല ഉറക്കാം. അതിന് കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾ നല്ല ഉറക്കാണ്. അപ്പം നമ്മൾ ഡയാനെ അയച്ചു വിട്ടിട്ട് അപ്പോൾ ആൾക്ക് എന്തായാലും ഇനി ഫുഡ് കൊടുത്തിട്ട് വേണം നമുക്ക് കയറ്റാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഒന്ന് അയച്ചൊരു 10 മിനിറ്റ് ഇങ്ങനെ വിടും കേട്ടോ. പിന്നെ 10 മിനിറ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇനി കൂട്ടിക്കയറ്റണം ടൈം. അപ്പോൾ എന്തായാലും ആളെ ഒന്ന് കൂട്ടിക്കയറ്റണം, ഫുഡ് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇവർക്ക് ഫുഡ് കൊടുത്തപ്പോൾ തന്നെ ഇവർ നല്ല ഹാപ്പി ആയിട്ടോ. വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു സൈഡിൽ തന്നെ ഇല ഇട്ട് കൊടുത്താലും ഇങ്ങനെ ഒഴുകി എല്ലായിടത്തേനും നല്ല രീതിയിൽ സ്പ്രെഡ് ആയിക്കോളും. നേരത്തെ ഇട്ട് കൊടുത്തൊക്കെ നോക്കി ഏകദേശം ഫുള്ള് തീർത്തിട്ട് ആ ഒരു ഇല ഒന്നും ഇല്ലാണ്ട് ഈ ഒരു തണ്ടിലൊന്നും ഒരു തണ്ട് മാത്രമായിട്ട് കിടക്കണം. അതും ഇനി അവർ കഴിക്കട്ടെ. ഒന്ന് ആ ഒരു തണ്ടിൻ്റെ ആ ഒരു ഹാർഡ്നെസ് കൊണ്ട് പോയിട്ട് കുറച്ച് സോഫ്റ്റ് ആവുന്നതനുസരിച്ച് അതും കഴിച്ചോളും. എനിക്ക് ചെറിയൊരു മഴച്ചാത്തി ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു മഴച്ചാത്തി നമ്മൾ ചെറുതായിട്ടൊന്ന് നനയാൻ പാകത്തു. ഇത് നോക്കി നമ്മുടെ ഇലകളിൽ കൂടെയൊക്കെ ആ ഒരു തണുപ്പും അതുപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയുടെ ആ ഒരു എഫക്റ്റൊക്കെ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ നമ്മുടെ വീട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ ഞാൻ അവിടെ വൈകിട്ട് ചെയ്ത കുറിച്ച് നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം ഞാൻ അടുത്ത വീഡിയോസിന് നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇട്ടുള്ളൂ കേട്ടോ. അതേപോലെ വീഡിയോസിനെ പറ്റി നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു കിടിലൻ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത്. ബൈ. എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കും.